കണ്ണൂരിൽ പി ദിവ്യയ്ക്ക് സീറ്റില്ല. ജില്ലാ പഞ്ചായത്തിലേക്ക് CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ പി ദിവ്യയുടെ പേരില്ല. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ മത്സര രംഗത്തുണ്ട്. പി ദിവ്യ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യത്തിന് നോ കമന്റ്സ് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായതോടുകൂടിയാണ് പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, പി ദിവ്യയ്ക്ക് യാതൊരു തെറ്റും പറ്റിയില്ല എന്നുള്ളതായിരുന്നു CPMന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം. പരമാവധി സംരക്ഷിച്ച് പോരുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ പി ദിവ്യ ഔട്ടാണ്. പറയൂ മിഥുൻ. രാഖി, നമുക്കറിയാം CPMന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്, അല്ലെങ്കിൽ വളർന്നു വരുന്ന അടുത്ത നിയമസഭയിലേക്കൊക്കെ പരിഗണിക്കാവുന്ന ഒരാളായിരുന്നു പി ദിവ്യ. പക്ഷേ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ദിവ്യക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റുകയും ജില്ലാ കമ്മിറ്റി അംഗം ആയിരുന്ന അവരെ ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് പല തവണ CPMന്റെ പ്രാദേശിക നേതാക്കളടക്കം പി ദിവ്യയ്ക്ക് പ്രതിരോധം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ CPM നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 16 ഡിവിഷനുകളിലാണ് കണ്ണൂർ ജില്ലയിൽ CPM നേതൃത്വം നേരിട്ട് മത്സരിക്കുന്നത്. മൊത്തം 25 ഡിവിഷനുകളാണുള്ളത്. എന്നാൽ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബിനോയ് കുര്യൻ ഒഴികെ മറ്റേ ആരെയും പുതുതായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പി ദിവ്യയ്ക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ളതും പി ദിവ്യയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തവണ വീണ്ടും അവസരം കൊടുത്ത ബിനോയ് കുര്യനെ പെരളശ്ശേരി വാർഡിൽ നിന്നാണ് മത്സരിപ്പിക്കുക. അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിനോയ് കുര്യനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു മത്സര രംഗത്തേക്ക് ഇദ്ദേഹത്തെ ഇറക്കിയതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ പിണറായി ഡിവിഷനിൽ നിന്നും മത്സരിപ്പിക്കുന്നുണ്ട്. അനുശ്രീയെ ഇതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് CPM നേതൃത്വം പരിഗണിക്കുന്നതെന്ന വിവരമുണ്ട്. അതേസമയം ഈ പി ദിവ്യ വിഷയം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ചോദ്യത്തിന് നോ കമന്റ്സ് എന്ന മറുപടിയാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും പി ദിവ്യ വിഷയം വീണ്ടും വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊരു ആശങ്ക CPM നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ മറുപടികൾ പറയാൻ CPM നേതൃത്വം തയ്യാറാകാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി, മിഥുൻ, നോ കമന്റ്സ് എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമാണോ ഇത്? കാരണം എന്തായാലും ജനങ്ങൾ ഈ വിഷയം മറന്നിട്ടുണ്ടാവുകയില്ല. അത്രത്തോളം അന്ന് പ്രതിക്കൂട്ടിലായ വ്യക്തിയാണ് പി ദിവ്യ. മിഥുൻ, തുടരുക. നമുക്ക് എന്തായാലും ഈ വിഷയത്തിൽ KK രാഗേഷ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നോ കമന്റ്സ്. അതിന് മാത്രം ഇല്ല. നിങ്ങൾക്ക് അതാണോ വേണ്ടത്? അല്ല, ഞങ്ങളിപ്പോ നിങ്ങൾ കണ്ടല്ലോ ഈ ലിസ്റ്റ്. ഞങ്ങൾക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾ നിലനിർത്തേണ്ട. ഇപ്പം ഇതിനകത്ത് ആരെയും നിലനിർത്തിയിട്ടില്ലല്ലോ. ഒരാളെ ഒഴികെ വേറെ ആരും നിലനിർത്തിയിട്ടില്ലല്ലോ. പുതിയ ടീം വന്നിട്ടുണ്ട്. വരുന്ന സമയത്ത് പഴയ ടീമിന് എത്ര ടേം മത്സരിച്ചിട്ടുണ്ട്, എത്ര ടേം വിവിധ സ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. മിഥുൻ, നൈസായി തടിയൂരി എടുക്കുകയാണ് പ്രതികരണത്തിലൂടെ KK രാഗേഷ്, അല്ലേ മിഥുൻ? കാരണം കൃത്യമായി ഒരു മറുപടി പറയേണ്ട വിഷയമാണ്. പക്ഷേ ഇതാണോ നിങ്ങൾക്ക് അറിയേണ്ടത് എന്ന് ചോദിച്ചു ചെറു പുഞ്ചിരിയോടുകൂടി ഒരു ആർക്കും കേടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പുള്ളി താല്പര്യപ്പെട്ടത്. രാഖി, നമുക്കറിയാം സ്വാഭാവികമായും പി ദിവ്യ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ധൈര്യമായി മറുപടി പറയാൻ CPM നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ മറുപടിയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നോ കമന്റ്സ് എന്നാണ്. അതിനും മാത്രമൊന്നുമില്ല എന്ന് കൂടി പറഞ്ഞ് KK രാഗേഷ് നിർത്തുന്നുണ്ട്. അതായത്
ഈ PP ദിവ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് കാര്യമായ ഒരു പരിഗണന കൊടുക്കേണ്ടതില്ല, അത് തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന ഉത്തമ ബോധ്യം CPM നേതൃത്വത്തെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാര്യമായി പരിഗണിക്കാതെ മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് CPM നേതൃത്വം നടത്തുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അത്രയേറെ കണ്ണൂർ രാഷ്ട്രീയത്തെയും CPM നേതൃത്വത്തെയും ഒക്കെ തന്നെ പിടിച്ചുലച്ചൊരു വിഷയം തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ വിഷയവും. അതിനെ തുടർന്ന് PP ദിവ്യക്കെതിരെ പാർട്ടിയും സർക്കാരും അടക്കം എടുത്ത നടപടികളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതിനേറെ പ്രസക്തി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാഖി. ശരി മിഥുൻ, എന്തായാലും PP ദിവ്യയ്ക്ക് കണ്ണൂരിൽ സീറ്റില്ല. PP ദിവ്യ വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നോ കമന്റ്സ് എന്നാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പ്രതികരിച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായതോടുകൂടി PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. എന്തായാലും ഇത്തവണയും സീറ്റില്ല എന്നുള്ളത് തന്നെയാണ്. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.